ഗൈസ് ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഇന്ന് വരില്ല കേട്ടാ മൈക്ക്. 2-3 ദിവസം എടുക്കും. അത് മൈക്കല്ല വന്നത്, ഹെഡ്ഫോണാണ് വന്നതെന്ന്. പോവാണ് കേട്ടോ. അവിടെ നിന്ന് കോൾ വന്നായിരുന്നു. എന്നാ ഇസ്റ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പോയി ചെക്ക് ചെയ്തു. അത് ഇരിക്കുന്നില്ല, പുറത്തേക്കാണ്. ഹെഡ്ഫോൺ മൈക്ക് കിട്ടിയില്ല കേട്ടോ. സാധനം തെറ്റാണ്. നോക്കാം എന്തിനാവണം നോക്കാം. 2-3 ദിവസം കഴിയട്ടെ. പോകാൻ ചെക്ക് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ജസ്റ്റ് മൊബൈലൊന്ന് ചാർജ് ചെയ്യണം. അതെ, ഇതൊന്നും ആയില്ല. എനിക്കൊരു കോൾ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഇതിൻ്റെ സ്കാഡേര എൻജിനീയറാണ്. ഒരു ഫോട്ടോ ചോദിച്ചത് അലീന ബിറ്റി വേണമെന്ന് പറഞ്ഞു. അയച്ചു കൊടുത്തു. ഫോൺ കൊണ്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ എൻജിനീയർ വിളിച്ച്. ഇതിൻ്റെ താഴെ ഇറങ്ങും ചേമ്പറിൻ്റെ അകത്ത് പോയി നോക്കട്ടെ. എനിക്ക് അറിഞ്ഞുകൂടാ സാധനം എന്തിനാന്ന് അറിഞ്ഞുകൂടാ. ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞ് എനിക്കറിയാനുള്ള 1 മീറ്റർ ഉണ്ട് ഫ്ലോ കാണിക്കുന്നത്. അതായിരിക്കാനൊരു ചാൻസ്. നോക്കട്ടെ അതാണ് അല്ലേ, നോക്കട്ടെ. അടുത്ത് ഇവിടെ സൈഡിൽ നിന്നിട്ടൊന്ന് അയച്ചു കൊടുക്കട്ടെ. അത് എന്നെ ഒന്ന് കൺഫേം ചെയ്യണം. അല്ല വേറെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങി നോക്കട്ടെ എങ്ങനെയാണ് നോക്കട്ടത്. ഇതുവരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. 1 ഇയർ അതിന് ശേഷം ഫസ്റ്റ് ടൈമാണ്. നോക്കട്ടെ. വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സംഭവമൊന്നുമില്ല. എന്താ വേറെ ഒന്നുമില്ല. പ്ലെയിനാണ് സംഭവം കേട്ടോ. എടുത്ത് അയച്ചു കൊടുത്തിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. ഈ പൈപ്പിൻ്റെ നീ കാണിച്ചു തന്നു ഫോട്ടോ ആണ്, നീ മനസ്സിലായത്. വേറെ ഒന്നും വെച്ചിട്ടില്ല. എല്ലാം വേറെ കൊടുത്തിട്ടേ ഉള്ളൂ. ശരി, നമുക്ക് മെഡിക്കൽ ഫോട്ടോ അയച്ചു ഇത് തന്നെ. ഇനി ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഓക്കെ. ഇന്നൊരു ടീം വന്നു ഇപ്പം. LND എന്ന് പറയും. വാൾവിൻ്റെ എന്തോ ചെക്ക് ചെയ്യാൻ വന്നു അങ്ങനെ പറഞ്ഞത്. ഇപ്പം ഇറങ്ങി അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ പോയി നോക്കട്ടെ എന്താണ്. ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി പോയതാ. ചാർജ് ഇപ്പോൾ ഫുള്ളായതേ ഉള്ളൂ. ഉണ്ടല്ലേ, പുതിയ ക്ലോറിനേഷന് വേണ്ടിയുള്ള മൂടാൻ വേണ്ടിയായിരിക്കും. വർക്ക് ചെയ്യാൻ തുടങ്ങാറായെന്ന് തോന്നുന്നു. അവിടെ ചേമ്പർ കെട്ടണം ചെറിയൊരു ഇതട്ടെ. നോക്കാവുന്നതാണ്. അന്നേരം നോക്കട്ടെ. ഇത് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഫയുടെ ഇൻലെറ്റൊന്നും ഡൗൺ ആണ്. ലെവൽ കുറയാനില്ല. ഔട്ട് പോകണം നല്ല കുറവാണ്. ഏകദേശം 190 സംതിങ്. അപ്പോൾ 92. ഇൻലെറ്റ് എത്ര 216 പറഞ്ഞു. അപ്പം ലെവൽ ഇപ്പോൾ കുറയേണ്ട സമയമാണ്. അതൊന്ന് കൂടി കിടക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടാൽ കുഴപ്പമില്ല. അതെല്ലാം പോകും. അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ നിറഞ്ഞു കളയും. ഇനി പോയില്ലെങ്കിൽ ഇനി പോവേണ്ട സമയമാണ്. പക്ഷേ നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല. നല്ല ടൈം എടുക്കും ചിലപ്പോൾ. ജസ്റ്റ് ഒന്ന് എല്ലാം ചെക്ക് ചെയ്തു നമ്മളത്. അല്ല കേട്ടോ, ഞാൻ അടുത്ത ചെക്ക് ചെയ്യുന്നു. ക്ലോറിനേഷന് പുതിയ ക്ലോറിനേഷൻ ചെക്ക് ചെയ്തു. കുഴപ്പമില്ല. ഇവിടെ സെറ്റാണ്. നേരത്തെ പഴയതും കൂടി നോക്കട്ടെ. അവിടെയും കുഴപ്പമില്ല. അടുത്ത് പോയിട്ടൊന്ന് ചെടിക്കൊന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് വിടണം. ചെടിക്ക് വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഞാൻ ഫോണൊന്ന് ചാർജ് ചെയ്തിട്ട് ഞാനൊന്ന് സെറ്റാക്കട്ടെ. ജസ്റ്റ് പോയിട്ടൊന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ എന്താ ചെയ്യാണ്ട്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി വേറെ കുഴപ്പമില്ല. ജസ്റ്റ് എടുത്ത് പുറത്ത് പോകും. അത് തന്നെ ടൈം അടിപ്പിച്ച്. ഇതൊക്കെയാണ് കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നു. പുറത്തു വേണ്ടി ഇറങ്ങി നോക്കാം ഇന്ന് വല്ലതും വെറൈറ്റി ഉണ്ടോയെന്ന്. നോർമലാണ് കേട്ടോ. നമ്മളെപ്പോഴും പറഞ്ഞ ചെയ്യണമല്ലേ. എന്തായാലും ഉണ്ട്.
വ്യത്യാസം വളരെ വലുതായിട്ടൊന്നുമില്ല ഇന്ന്. പക്ഷേ ഇത് മൈക്ക് പ്രതീക്ഷയായിരുന്നു കേട്ടോ, വന്നില്ല. നോക്കാം 2-3 ദിവസത്തിനകത്ത് എന്തിനാണെന്ന് അറിയാം. റിട്ടേണായിട്ട് പൈസ പറഞ്ഞാണോ, പൈസ വന്നിട്ട് വീണ്ടും റീ ഓർഡർ ചെയ്യണം. ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ് കേട്ടോ, ഭയങ്കര കൂടുതലാണ്. നോർമൽ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെക്കാളും വെച്ച് നോക്കിയാൽ പുകച്ചിൽ ഭയങ്കര. യെസ്, കരുവാടായി പോകും മിക്കവാറും. നോമ്പ് തീരുമ്പം വെളുത്തിരിക്കുന്ന നമുക്ക് എൻ്റെ കറുത്ത് കരുവാടാം. അതാണ് കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് തന്നെ എപ്പോഴും ഇരിക്കുന്നതും വട്ടാവണ കേസാണ്. ഒന്നാമത് തലവേദനയാണ്. ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഫോമായത്? വെള്ളം വലിച്ചതിൻ്റെ ഇതില്ല ഭാഗമായിട്ടാണ്. കണ്ടോ, ഇത് ശ്രദ്ധ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് കയറി നിൽക്കാൻ തോന്നണം. പിന്നെ ശ്രദ്ധിച്ച നമ്മളെ നാട്ടിലെല്ലാവരും ഇവിടെ ക്യാമ്പൊക്കെ അടിക്കാം. മനസ്സിലായ ഒരു വെറൈറ്റി. ഇപ്പം അകത്ത് നേരെ ഒന്നും പോണില്ല, എൻ്റെ ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് തലേക്ക് ഇപ്പോൾ കറങ്ങാനൊക്കെ തുടങ്ങി. അല്ല, വിറ്റാമിൻ്റെ വല്ലതും കുറഞ്ഞു തുടങ്ങി തോന്നും. ഇനി നല്ല രീതിയിൽ കഴിച്ചു തുടങ്ങിയാലും കുറച്ച് ദിവസം എടുക്കും അത് റെഡിയാവാൻ. തലയ്ക്ക് നല്ല കറക്കം തുടങ്ങി കേട്ടോ. നോക്കാം, എല്ലാം ഒന്ന് വല്ല കഴിക്കട്ടെ, കഴിച്ച് സെറ്റാക്കണം. ഞാൻ ഈ അറബി കൺട്രിയിൽ വന്നിട്ട് ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഇവിടെ മാത്രമേ കണ്ടുള്ളൂ ഒമാനിൽ. എനിക്ക് തോന്നുന്നു വില്ലേജ് ഏരിയയിലാണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കറിവേപ്പില അടിച്ചു മാറ്റുന്ന സ്ഥലം ഇത്. രണ്ടെണ്ണമുണ്ട്. ഇതിൽ നിന്ന് അടിച്ചു മാറ്റണത്. ചിക്കനൊക്കെ പയ്യെ ഓടിച്ചെടുത്താണ്. ജംഗ്ഷനിലൊന്നും ഞാൻ പോയി നോക്കട്ടെ റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ, എന്തിനാണ്. ഏകദേശം പാതെടുത്ത് ചെത്തി സാന്താരിന്ന് പോട്ടിന് ഏകദേശം ടൈമായി. എല്ലാം പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട്. കളറായിട്ടൊന്നുമില്ല അല്ലേ, ഉണ്ടാ മാത്രം താന്നുകൊണ്ടിരിക്കുന്നു. ചുറ്റും കുറച്ച് കളറൊക്കെ വന്നു, അതായത് മേഘം. ഇനി അടുത്ത് പോയിട്ട് ലൈറ്റൊക്കെ ഉണക്കി നോക്കട്ടെ. കേട്ടോ, എല്ലാം ചെക്ക് ഓടിച്ച് ചെക്ക് ചെയ്യുള്ളൂ, വേറെ കുഴപ്പമില്ല. ഇനി കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇവിടെ ഇരിക്കും, എന്നിട്ട് പോകും. കേട്ടോ, നമ്മൾ ഊറിയ സമയം വേറെ. ഇനി എനിക്ക് തോന്നുന്നു 2-3 മിനിറ്റും കൂടി കാണുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഊറിയ സമയം വേറെ 2-3 മിനിറ്റും കൂടിയേ ഉള്ളൂ. ശരി എന്നാൽ പിന്നെ നോമ്പൊക്കെ മുറിച്ച് നേരെ പോവേണം. അവിടെ പരിപാടി ഇനി വേറെ അവിടെ തന്നെ ഇരിക്കുക. ഒരു 2-3 മണിക്കൂർ അവിടെ തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.